ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ പലർക്കും ഇത് അറിയില്ല. മാനുവൽ ഓടിക്കുന്ന ഒരാൾക്ക് ഞാൻ ഓട്ടോമാറ്റിക് ഓടിക്കാൻ കൊടുത്തപ്പം അയാൾക്ക് സത്യം പറഞ്ഞാൽ വണ്ടി നീക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, നമുക്കിവിടെ രണ്ട് പെഡലുണ്ടാവും, ഒന്ന് ബ്രേക്കിൻ്റെയും ഒന്ന് ആക്സിലേറ്ററിൻ്റെ. ഈ രണ്ട് പെഡലേ ഉള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ ഒരു കാലം ബ്രേക്കും ഒരു കാലം ആക്സിലേറ്ററും. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു കാരണം വെച്ചാലും ഈ വണ്ടി നീക്കാൻ പറ്റില്ല. ഈ വണ്ടിയിൽ നിന്നല്ല, ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് നീക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ഗിയർ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ ചില വണ്ടിയുടെ ഇപ്പോൾ ഞാൻ ഇന്നലെ ഓടിച്ചൊരു പഞ്ചായിരുന്നു, ആ വണ്ടിക്കകത്ത് സത്യം പിന്നെ പാർക്കില്ല, ജസ്റ്റ് ഡ്രൈവ്, റിവേഴ്സ്, ന്യൂട്രൽ, ഈ മൂന്ന് ഇതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിയുടെ കേസിൽ ഇതിൽ പാർക്കുണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രലുണ്ട്, ഡ്രൈവ് ഉണ്ട്. ഏകദേശം എല്ലാ വണ്ടിയിലും ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഗിയറിൻ്റെ വരിക. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബ്രേക്ക് ചവിട്ടി 1 പ്രസ്സിൽ അല്ലെങ്കിൽ 2 പ്രസ്സിൽ വണ്ടി സ്റ്റാർട്ടാവും. ബ്രേക്ക് ചവിട്ടിയല്ല സ്റ്റാർട്ടാവുള്ളൂ, അത് ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ പ്രത്യേകത. ബ്രേക്ക് ചവിട്ടി വണ്ടി സ്റ്റാർട്ടാക്കുക. ഈ വണ്ടി ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ടിലാണ്. അതിനുശേഷം ഇതിൻ്റെ അടിയിലൊരു ലിവർ ഉണ്ടാവും. ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു ലിവറുണ്ട്. എല്ലാ വണ്ടിക്കും ലിവർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ലിവർ പിടിച്ച് ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്കൊക്കെ റിവേഴ്സ് ആവും. ഒന്നുകൂടെ തട്ടിയാൽ ന്യൂട്രൽ, പിന്നെ ഡ്രൈവ്. അപ്പോൾ ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ബ്രേക്ക് ചെയ്യുന്ന കാലഘട്ടത്തെ വണ്ടി മുന്നോട്ട് നീങ്ങും. കാരണം വണ്ടി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആയി, വണ്ടി ഡ്രൈവിലായി. അപ്പോൾ ജസ്റ്റ് ഡ്രൈവിലേക്ക് ഇടുക, ആക്സിലേറ്റർ കൊടുക്കുക. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ലെഫ്റ്റിലേക്ക് ഒരു കാരണവശാലും ഒരു പെഡലിൽ യൂസ് ചെയ്യരുത്. ബ്രേക്കിൽ യൂസ് ചെയ്യരുത്, ആക്സിലേറ്ററിൽ യൂസ് ചെയ്യരുത്. ആക്സിലേറ്റർ നമുക്ക് എത്തിയല്ല, ഈ ലെഫ്റ്റിൽ പെഡൽ ഫ്രീ അല്ലേ എന്നോർത്താണ് പലരും. അപ്പോൾ ഡ്രൈവിലിട്ടതിന് ശേഷം ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ഇന്നത് ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വരുന്ന പ്ലസ് മൈനസ് അത് പല വണ്ടിയിൽ പലതായിരിക്കും. ചില വണ്ടിയിൽ സ്പോർട്സ് മോഡായിരിക്കും. സ്പോർട്സ് മോഡ് വരുന്ന വണ്ടിയിൽ ഇവിടെ പാഡിൽ ഷിഫ്റ്റ് ഉണ്ടാവും, ഈ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ അവിടെ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് ഓൾറെഡി പാഡിൽ ഷിഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടിയിലൂടെ വരുന്ന പാഡിൽ ഷിഫ്റ്റ് ഇല്ല, പകരം ഇത് റൈറ്റിലേക്കൊന്ന് നീക്കി കഴിഞ്ഞതുണ്ടോ, പ്ലസ് മൈനസ് ഓണായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതുണ്ട്, ഇപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ് കാണിച്ചു, ഇപ്പോൾ 2 ആയി. ഇപ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഗിയറിൽ വേണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മൂവ് ചെയ്ത് എടുക്കാം, കാരണം അത്ര ടോർക്കുണ്ട്, അതുകൊണ്ടാണത് കാണിക്കുന്നത്. ഈ വണ്ടി വലിഞ്ഞ് കയറി പൊക്കോളും. പക്ഷേ എല്ലാ വണ്ടി അങ്ങനെ പോവില്ല. ചിലപ്പം ഇപ്പോൾ ഒരു മാരുതിൻ്റെ വണ്ടിയാണെങ്കിൽ സെക്കൻഡ് ഇട്ട് ഒരു പക്ഷേ അത് സെക്കൻഡ് ഗിയറിലോട്ട് വീഴില്ല. ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഗിയറിലും ഉണ്ടോ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി കയറി പൊക്കോളും, അത്രയും ടോർക്കുള്ള എഞ്ചിനായോണ്ടാണ്. അപ്പോൾ ഈ പ്ലസ് മൈനസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മളെ ഈ ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഇപ്പം നമ്മളൊരു 4th ഗിയറിൽ ഒരു 40 സ്പീഡിൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഓർക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫുള്ള് പെഡൽ കൊടുത്ത് കഴിയുമ്പം വണ്ടി നേരെ 4th ഗിയറിൽ ഓടിക്കൊണ്ടുവന്ന വണ്ടി സഡൻ ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടും. അപ്പോൾ ആ ഒരു റെവിൽ വരുന്ന വ്യത്യാസവും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാകും. ഏത് 4th ഗിയറിൽ നമ്മൾ മാനുവൽ ഇട്ടാൽ പോകുന്നതെങ്കിൽ നമ്മൾ ഫുള്ള് ത്രോട്ട് കൊടുത്താൽ വണ്ടി ഗിയർ ഓട്ടോമാറ്റിക്കായിട്ട് മാറില്ല. പക്ഷേ നമ്മളിപ്പോൾ 4th ഗിയറിൽ മാനുവൽ ഇട്ട് പോവുകയാണ്, നമ്മൾ വണ്ടി മേലെ സ്ലോ ആയി, ഇപ്പോൾ ഒരു 20 km/h എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഗിയർ ഡൗൺ ആവും. ഇപ്പം 20ലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗിയർ മാറിക്കോളും. പക്ഷേ അവിടെ നമ്മൾ വീണ്ടും ത്രോട്ട് കൊടുത്ത് ഒരു 30 അല്ലെങ്കിൽ 40 എത്തിയാലും ഈ സെക്കൻഡ് ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലേക്ക് മാറണമെങ്കിൽ നമ്മൾ പ്ലസ് അടിച്ചാൽ മാത്രമേ പിന്നെ ഗിയർ അപ്പ് ആവും. പക്ഷേ ഡൗൺ ആവാൻ വണ്ടി സ്ലോ ആയാലും ഡൗൺ ആവും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ വണ്ടി ഇപ്പം 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 70 km 70 എത്തിയാലേ ഇത് 6ാമത്തെ ഗിയറിലോട്ട് മാറുള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്ലസ് അടിച്ചാലും ഇതിങ്ങനെ അനങ്ങൂല, ജസ്റ്റ് ഇങ്ങനെ ആക്കാന്നല്ലാണ്ട് ഇവിടെ നമുക്ക് മാറ്റം വരില്ല. ഇപ്പോൾ ഫസ്റ്റായി സെക്കൻഡ് ആകും, സെക്കൻഡ് വരെ മാറും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗിയർ മാറില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു 6 സ്പീഡിൽ അല്ലെങ്കിൽ 6ാമത്തെ ഗിയറിൽ ഒരു 70 ആ ഒരു ക്രൂസ് എത്തിയാൽ, ആ ഒരു സ്പീഡിൽ എത്തിയാലേ സത്യം പറഞ്ഞാൽ ഗിയർ മാറുള്ളൂ. കാരണം അത്രയും പവർ വേണമല്ലോ അത് വലിച്ച് കയറി പോകണമെങ്കിൽ. അപ്പോൾ ആ 6ാമത്തെ ഗിയറിൽ നമ്മളിപ്പം 70 km പോകുന്നു, നമ്മളത് നല്ല ഒരു 80 ആയി. അപ്പോൾ ആ 80 പോകുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ
സത്യം പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മൈനസ് ഒരു 2 എണ്ണം ബാക്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ, അതായത് 2 മൈനസ് അടിച്ച് കഴിഞ്ഞാൽ 6ാമത്തെ നേരെ 4ത്തിലേക്ക് എത്തും. അപ്പോൾ എൻജിൻ ബ്രേക്ക് നല്ല രീതിയിൽ ഇത് വർക്കാവും. ഇപ്പോൾ ഈ വണ്ടിയുടെ കേസിൽ ഞാൻ ഒരു 50 km/h പോയിക്കൊണ്ടിരുന്ന വണ്ടി, ഞാൻ ബ്രേക്ക് ചവിട്ടാണ്ട് സിഗ്നൽ, ഇപ്പോൾ കുറച്ച് ദൂരം സിഗ്നൽ ഉണ്ടെങ്കിൽ 2 മൈനസ് അടിച്ചു, വണ്ടി ഒന്ന് സ്ലോ ആയി, വീണ്ടും 1 മൈനസ് വരെ അടിച്ചാൽ 4ാമത്തെ ഗിയറിൽ നിന്ന് 2 ശേഷം സ്ലോ ആവും. വീണ്ടും ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടാണ്ട് തന്നെ നമുക്ക് എൻജിൻ ബ്രേക്ക് വഴി ഈ വണ്ടി നിർത്താൻ പറ്റും. ഈ വണ്ടി എന്നല്ല, അത്യാവശ്യം പാഡി ഷിഫ്റ്റ് എല്ലാം ഉള്ള വണ്ടിക്ക് അത് നന്നായിട്ട് ഉപയോഗപ്പെടും. ഇപ്പം ഞാൻ ഓടിച്ചൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റി CVT ഗിയർ ബോക്സ് വരുന്ന സാധനമുണ്ട്. അത് 2 മൈനസ് അടിച്ചു കഴിഞ്ഞാൽ 80 പോകുന്ന വണ്ടിയൊക്കെ ഷട്ടപ്പെട്ടേന്ന് ബ്രേക്ക് പോലും ചവിട്ടാണ്ട് 40 താഴേക്ക് വണ്ടിക്കകത്ത് ഇരിക്കുന്നവരും അറിയാണ്ട് ആ ബ്രേക്ക് പിടിച്ചു എന്നുള്ള ആ ഒരു ഇത് വരാണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് നിൽക്കും. ഇത് പാഡി ഷിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ നല്ലൊരു ഗുണം. അത് ഇപ്പം മാനുവലിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ, മാനുവൽ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറാനുള്ളൊരു സമയം വരുന്നുണ്ട്. പക്ഷേ ഇതിലത് വരുന്നില്ല. അത് നേരെ ഡയറക്റ്റ് ഇതുപോലെ 2 അടിച്ചു കഴിഞ്ഞാൽ സഡനായിട്ട് തന്നെ ഒരു ഗിയർ മാറി അടുത്ത ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗിയർ മാറാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ 3ാണെങ്കിൽ ഫസ്റ്റിലേക്ക് അത് വലിച്ച് നിൽക്കുകയും ചെയ്യും. ആ ഒരു ഗിയർ മാറി അല്ലെങ്കിൽ ഫസ്റ്റിൻ്റെ ഒരു കുത്തലൊന്നും ഈ വണ്ടിയിൽ അനുഭവപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് ഓട്ടോമാറ്റിക് ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ ഈ ഓടിച്ചതിൽ അങ്ങനെ ഒരു സംഭവം കണ്ടു. അത് ബ്രേക്കിങ്ങിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സഡനായിട്ട് വണ്ടി നിൽക്കുകയും ചെയ്യും. എന്നാൽ ആ 80 പോയ വണ്ടി ഒറ്റയടിക്കുക അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടി വണ്ടിക്കകത്ത് ഇരിക്കുന്നവർ അറിയാണ്ട് തന്നെ നമുക്കതൊരു 10 താഴോട്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് ഓടിക്കാൻ അത്രേ ഉള്ളൂ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പെഡൽ യൂസ് ചെയ്യുമ്പം ഈ പെഡൽ യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ലെഫ്റ്റ് ലെഗ് ഒരു കാരണവശാലും ബ്രേക്കിലോട്ട് പോകരുത്. കാരണം ഈ ബ്രേക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആദ്യം കയറി കഴിഞ്ഞാൽ നമുക്ക് 2 പെഡൽ കാണുന്നുണ്ട്. ഈ 2 പെഡലുണ്ട്. ഒരു പെഡല് ബ്രേക്കിനും ഒരു പെഡല് ആക്സിലേറ്ററിനും വന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഈ കാലത്ത് ഇവിടെ ഡെഡ് പെഡൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് റെസ്റ്റ് വെച്ചോളുക. ആക്സിലേറ്റർ ബ്രേക്ക് എന്നുള്ള രീതി മാത്രം. ആക്സിലേറ്റർ കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി കയറ്റത്തിലൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയുടെ കേസിൽ ഇതിന് ഹിൽ ഹോൾഡൊക്കെ വരുന്നുണ്ട്. ഇനി ഹിൽ ഹോൾഡ് ഇല്ല, ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ചു വെക്കുക, ബ്രേക്കിൽ കാല് മാറ്റി നേരെ ആക്സിലേറ്റർ വെക്കുക, അപ്പോഴത്തേക്കും വണ്ടി കയറി പോയിക്കോളും. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ ഓട്ടോമാറ്റിക് ഒന്നും ഓടിക്കാൻ അറിയത്തില്ലാത്ത നിങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ടാവില്ലേ, അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ടാവില്ലേ. എനിക്ക് വന്നത് നമ്മുടെ അമ്മമാർക്കൊക്കെ അധികം അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായി ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. മാരുതിയുടെ AMT വെച്ച് നോക്കുമ്പം അത്ര രസമല്ല ഓടിക്കാൻ. പക്ഷേ ഈ സാധനമൊക്കെ ഹ്യുണ്ടായുടെ ഇത് ഇപ്പോൾ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരുന്നേ. ഇതൊക്കെ ഡീസലാണ്. ഇതൊക്കെ ഒരിക്കലും നല്ല രസമുണ്ട്, നല്ല എഫിഷ്യൻറ്റുമാണ്. കാല് കൊടുത്തു കഴിഞ്ഞാൽ പാഞ്ഞ് കയറി പോവുകയും ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ, കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാം. അത്രേ ഉള്ളൂ. ബൈ.